മഹാകുംഭമേളയിൽ ഒരുപാട് പേർ വൈറലായില്ല. അതിൽ ഏറ്റവും വൈറലായത് മോണോലിസ് തന്നെയാണേ. ആ കുട്ടിയുടെ പേരിൽ ഒരുപാട് ഫേക്ക് ഐ ഡി ഉണ്ട്. ഇതാണ് ആ കുട്ടിയുടെ ഒറിജിനൽ ഐ ഡി. ആ കുട്ടിക്ക് വെറും 16 വയസ്സേ ഉള്ളൂ. ഇത്രയും ഒരു കൊച്ചു കുട്ടിയെ കുറിച്ച് ഇത്രയൊക്കെ വൾഗറായിട്ടൊക്കെ വീഡിയോ ഉണ്ടാക്കിയിടാൻ എങ്ങനെ മനുഷ്യന് മനസ്സ് വരുന്നു എന്ന് ഓർത്തിട്ട് അവരെ ഏറ്റവും വലിയ ക്രിമിനലുകളാണേ. നേരത്തെ കാണിച്ച ഐഡിയയിൽ കയറി നോക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ വീടും അത് അവിടെ ജോലി ചെയ്യുന്നതും എല്ലാം അതിൻ്റെ വീഡിയോകളൊക്കെ ഇടുന്നുണ്ട്. അതിൽ മാത്രം പോയി കാണുക. ഓർക്കുക, എന്ത് പറഞ്ഞാലും അവസാനം 2 വീടുകളിലാണ് ചെന്ന് നിൽക്കുന്നത്. ഒന്ന് മാലാത് രുദ്രാഷ്, ഒന്ന് മഹാകാൾ. ചെറിയൊരു ചോദ്യം, അത് സ്കൂളിൽ പോയി പഠിച്ചിട്ടുണ്ടോ? ആ കുട്ടിക്ക് എന്താണ് വിദ്യാഭ്യാസം? ഇങ്ങനെയൊക്കെയാണ്. ഈ മാല ഇത് സാധാരണ മാലയല്ല, ഇതിന് 12,000 രൂപയാണ് വില. ഈ കയ്യിലിരിക്കുന്ന ഓരോ മാലകളുടെയും ഗുണങ്ങളെക്കുറിച്ച് അതിന് നല്ല വ്യക്തമായിട്ടും അറിയാം. ഓരോ ഗ്രഹങ്ങളെ സൂചിപ്പിക്കുന്ന മാലകളാണ് ഇരിക്കുന്നത്, രുദ്രാക്ഷമാലകളാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ദോഷങ്ങളാണോ, പിന്നെ എന്തോ ഏത് മാല ധരിച്ചാലാണ് ആ മാറുന്നത്, ഇതെല്ലാം ആ കുട്ടിക്ക് അറിയാം. ഇതിലെ ചില വീഡിയോകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. എൻ്റെ വീട്ടിലത് ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. ആ ഉത്സവപ്പറമ്പിലാണെങ്കിൽ അത് ഓടുകയാണ്. പിന്നെ എനിക്ക് വയ്യ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടും അതിൻ്റെ ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് ഓരോരുത്തർ ഇങ്ങനെ പുറകെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നും കുഴപ്പമില്ല, അങ്ങനെയാണല്ലോ അതിന് ഈ പ്രശസ്തിയെല്ലാം കിട്ടിയത്. അതല്ല കുഴപ്പം. ഇതിനെ ഇങ്ങനെ ഫേക്ക് ആയിട്ടുള്ള വീഡിയോകൾ ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ പ്രചരിപ്പിക്കുക. ഓരോ ഡാൻസ് വീഡിയോകൾ, അത് പിന്നാണെങ്കിൽ ഇങ്ങനെ പൂമാലയിട്ട് മരിച്ചു കിടക്കുന്ന കണക്ക്, കല്യാണം കഴിച്ച കണക്ക്, ഇങ്ങനെയൊക്കെയുള്ളതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓർക്കുക, അതൊക്കെ അത്ര നല്ലതാണോ എന്ന് ചിന്തിക്കുക. നിങ്ങളെക്കുറിച്ച് അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും ആ ഫീലിങ്? അതുപോലെ മോണലിസ ആ വീട്ടിലെ മൂത്ത കുട്ടിയാണ്. അഞ്ച് കുഞ്ഞുങ്ങളുണ്ട്. അതിൽ മൂത്ത കുട്ടി ഇളയ 2 ആൺകുഞ്ഞുങ്ങളും 2 പെൺകുഞ്ഞുങ്ങളുമുണ്ട്. പിന്നെ ബാക്കിയെല്ലാം കസിൻസ് ആണ്. വേറെ സഹോദരിമാരായിട്ടൊക്കെ കാണിക്കുന്നത് കസിൻസ് ആണ്. മോണലിസ നേരത്തെ 2 കൊല്ലത്തിന് മുമ്പേ വൈറലാണ്. അന്നോട്ടേ മോണലിസ റീൽസൊക്കെ ഉണ്ടാക്കി ഇടാറൊക്കെ ഉണ്ട്. അതെല്ലാം അതിനറിയാം. അതായത് പഠിച്ച ഒരു ആള് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ആ കുട്ടിയും ചെയ്യുന്നുണ്ട്. ആ മോളുടെ വ്യക്തമായ സംസാരങ്ങളും ആ കറക്റ്റുള്ള ഉത്തരങ്ങളും ഒക്കെ കണ്ടിട്ട് ചിലർ പറഞ്ഞു വേഷം മാറി വന്ന IAS ഉദ്യോഗസ്ഥയാണ്, അത്രയ്ക്ക് സംസ്കാരമായിട്ടാണ് ആ കുട്ടി പെരുമാറുന്നത്. അത് കണ്ടിട്ടെങ്കിലും പഠിക്കാമല്ലോ. പിന്നെ മോണോലിസയുടെ പേര് കിട്ടിയത് എങ്ങനെയാണെന്ന് ചിലർ ചോദിക്കാറുണ്ട്. മോണോലിസ ജനിച്ചപ്പോഴേ ഒരു ജ്യോത്സ്യൻ പറഞ്ഞു മോണോലിസ പ്രശസ്തയാവുന്നു. അതുകൊണ്ടാണ് മോണോലിസയ്ക്ക് ആ പേരിട്ടത്. മോണോലിസ തന്നെയാണ് ഒറിജിനൽ പേര്. ആ കുട്ടിയുടെ ബന്ധുക്കളുടെയൊക്കെ കയ്യിലിരിക്കുന്ന മാലകൾ അവർ നേപ്പാളിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നതാണ്. ലക്ഷക്കണക്കിന് രൂപ വിലയുള്ളതാണ്. ഒരു രുദ്രാക്ഷം വിൽക്കുന്നത് കണ്ടു. 21,000 രൂപയ്ക്കാണ് അത് വിറ്റത്. സാധാരണ സെലിബ്രിറ്റിയുടെയൊക്കെ ഇൻ്റർവ്യൂ എടുക്കുന്നതിന് ഒരുപാട് പൈസ കൊടുക്കുമെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ ഇൻ്റർവ്യൂ എടുത്തപ്പോൾ അതിനൊന്നും കൊടുത്തില്ലെന്നല്ല, അതിൻ്റെ നിന്ന് മാല പോലും വാങ്ങിച്ചവർ ചുരുക്കമാണ്. അവർ ഈ ഉത്സവങ്ങളിലൊക്കെ പോകുമ്പോൾ ടെൻ്റ് അടിച്ച അവിടെയാണ് ജീവിക്കുക. അല്ലെങ്കിൽ കുംഭമേളയ്ക്ക് വരുന്നവരെല്ലാം തന്നെ ടെൻ്റ് ജീവിക്കാൻ അതിനു വേണ്ടിയുള്ള ടെൻ്റെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതുപോലെ നല്ല വിപുലമാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ടെൻറ്റിനകത്ത് ചെന്നിട്ട് പോലും അതിൻ്റെ ഫോട്ടോ എടുക്കാനും അതിന് ഒന്നും നിൽക്കാൻ പോലും സമ്മതിക്കാതെ ആൾക്കാരിങ്ങനെ ബഹളം വെച്ചപ്പോഴാണ് മോണലിസ അവിടെ നിന്നും രക്ഷപ്പെട്ട് സ്വന്തം നാട്ടിലേക്ക് പോയത്. കുംഭമേളയിൽ ഇപ്പോൾ ഭയങ്കര തിരക്കാണ്. ഇതിനകത്ത് നോക്കിയാൽ മനസ്സിലാവും. ചിലരൊക്കെ ആണെങ്കിൽ ഒരുപാട് പേരിങ്ങനെ ഈ കയറിലിങ്ങനെ പിടിച്ച് ബന്ധുക്കളെ ഒന്നും നഷ്ടപ്പെടാതിരിക്കാനായിട്ട് പോകുന്നത് നമുക്ക് കാണാം. അതുപോലെ ആണെങ്കിൽ നിന്ന് തിരിയാനുള്ള സ്ഥലമില്ല. അതായത് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ജനങ്ങളെല്ലാം കൂടെ ചെന്ന് ഒരു സ്ഥലത്ത് ഒരു 20 കിലോമീറ്റർ ദൂരത്തിൽ നിന്നാൽ എങ്ങനെയിരിക്കും, അതുപോലെയാണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ. 20 കിലോമീറ്റർ ചെന്നാൽ പോലും കുളിക്കാൻ പറ്റുന്നില്ല, അത്ര തിരക്കാണ്. ഇതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും. അതുകൊണ്ടായിരിക്കും അത് നാട്ടിൽ പോയത്. മാലയൊന്നും വിൽക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ ഒരു സിനിമയിൽ അവസരം കിട്ടിയിട്ടുണ്ട്. കുട്ടിയുടെ ചാനലിൽ ചെന്ന് നോക്കിയാൽ ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. ആ ചാനൽ കാണുക, അതിനകത്തെല്ലാം സത്യം പറയുന്നത്. ബാക്കി കുറേ പേര് കള്ള വീഡിയോ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, അതൊന്നും വിശ്വസിക്കാതിരിക്കുക. എത്രയൊക്കെയായാലും നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയല്ലേ, ആ വ്യക്തിക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അത് മാറാനായിട്ട് പെട്ടെന്ന് നമുക്ക് നോക്കാമല്ലോ അതിനകത്ത് എന്താണ് പറയുന്നതെന്ന്. സിനിമകളൊക്കെ വിജയിച്ച് അത് ഉയരങ്ങളിലെത്തട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നല്ല നിഷ്കളങ്കമായ ചിരിയും നല്ല കണ്ണുകളും ഒക്കെ ഉള്ളൊരു പാവം പെൺകുട്ടി. അതിൻ്റെ കൂട്ടത്തിലുള്ള കുട്ടികളും എല്ലാം അങ്ങനെയാണ്. അവർ അങ്ങനെ മാല ചുറ്റി ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ മാലയിൽ രുദ്രാക്ഷമാണ് കൊണ്ട് നടക്കുന്നത്. അതുപോലെയുള്ള ഗ്രഹങ്ങൾക്ക് സംബന്ധിച്ച മാലകൾ തന്നെയാണ് അവരുടെ കയ്യിലുള്ളത്. അതിൻ്റേതായിട്ടുള്ള ഈശ്വരാധീനം അവർക്ക് കാണും. അപ്പോൾ അവരെക്കുറിച്ച് വേണ്ടാത്തതൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ നമ്മൾ പാപം വാങ്ങുകയാണെന്നും കൂടി
ചിന്തിക്കണം. ചെറിയ കുട്ടിയല്ലേ, അതിനെക്കുറിച്ച് അങ്ങനെയൊന്നും പറഞ്ഞുകൂടാ. ഇവർക്ക് ഒരു സ്ഥലത്ത് ജീവിച്ചാൽ അവരുടെ ബിസിനസ് കൊണ്ടു നടക്കാൻ പറ്റുകയില്ല. പല അമ്പലങ്ങളിൽ, എല്ലാ അമ്പലങ്ങളിലാണ് അവർ പോകുന്നത്. ആ അമ്പലങ്ങളിൽ ചെന്ന് അവിടെ വരുന്ന സന്യാസിമാർക്കൊക്കെയാണ് കൂടുതലും ഈ മാലകൾ വിൽക്കാറ്. അതിനു വേണ്ടിയാണ് അവരിങ്ങനെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ആണ് അവർക്ക് സ്കൂളിൽ പോകാനൊന്നും പറ്റാത്തത്. മോണോലിസ ഒരുവിധം നല്ലതുപോലെ ഇംഗ്ലീഷൊക്കെ സംസാരിക്കും. ഇതെങ്ങനെയാണ് പഠിച്ചതെന്ന് പറഞ്ഞാൽ അവർ ഇങ്ങനെ ഇങ്ങനെ ഇത് സെല്ലും ഒക്കെ നോക്കി ഇങ്ങനെ പഠിക്കുകയല്ലേ. ഇപ്പോഴത്തെ കുട്ടികളെല്ലാം അങ്ങനെയല്ലേ, ബുദ്ധി വളരുന്നവർക്ക്. അതുപോലെ തന്നെ അവരും പഠിക്കുന്നുണ്ട്. അല്ലാതെ തീരെ അങ്ങ് പഠിത്തവും അറിവും ഒന്നും ഇല്ലാത്തവരല്ല. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുറത്തു വരുന്ന ചില കാര്യങ്ങൾ 10ാം ക്ലാസ് അവരെ പഠിച്ചവർക്ക് പോലും വായിക്കാറിയില്ല എന്നും പറഞ്ഞ് സ്കൂളിൽ പോകണ്ട അങ്ങനെയൊന്നും അല്ല പറയുന്നത്. ഞാനും ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അത് നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കുന്നതിനൊപ്പം തന്നെ നമ്മളും അവർക്കൊരു മാതൃകയായിരിക്കാൻ, വസ്ത്രധാരണത്തിലായാലും പെരുമാറ്റത്തിലായാലും ഒക്കെ ഒരു മാതൃകയായിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ കുട്ടികളും ചില ചില കുട്ടികളെങ്കിലും അധ്യാപകരെ കണ്ടു പഠിക്കും. അങ്ങനെ ഒരുപാട് ദേഷ്യം വന്നപ്പോഴാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പെരുമാറട്ടെ. ഒരുപാട് പിടിച്ചു, അതിശയമാണ്. അത്രയ്ക്ക് സഹന ശക്തിയോടെ പിടിച്ചു. ചെറിയ കാര്യങ്ങൾക്ക് പോലും കുട്ടികൾ വയലൻ്റ് ആകുന്ന ഈ കാലത്താണെന്ന് ഓർക്കണം. ഓം നമഃ ശിവായ.